ഞങ്ങളെല്ലാരും ഇട്ടു ഫാനുണ്ട് ഭരിക്കണ്ടടി ഓടുക്കാൻ ഞാടാളാ തലക്ക കൂടെ. ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാക്കണ വീഡിയോ പുതിയ പുത്തൻ വീഡിയോ ഒക്കെ ഇന്നലെ ഏതായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഇന്നലത്തെ അറിയാമല്ലോ നമുക്കിത് എല്ലാവർക്കും പെരുന്നാൾ ആഘോഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാക്കണം നടന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത്തിരി വീഡിയോ അവിടെ ഇവിടെയൊക്കെ കീറി പറിച്ച് ഞാൻ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും കൊണ്ടിട്ടാണ് ഇന്നത്തെ വരവ് അറിയുകയാണെങ്കിൽ. അങ്ങനെ ഇതാക്കണം രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ ചോറും കൂട്ടാനും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വെക്കൊന്നും വേണ്ടല്ലോ. ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളങ്ങനെ തീ പിടിപ്പിക്കലില്ല കേട്ടോ, പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ ഇതാക്കണേ ഞാൻ ഇന്നലെ വൈകുന്നേരം കഷ്ടപ്പെട്ട് ഇരുന്നിട്ടാണ്ട് മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, ഉസാറായില്ലേ? അപ്പോൾ എൻ്റെ ഇതാക്കുന്ന സ്വന്തം കൈക്കറിയ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് പൊതുവേ മൈലാഞ്ചി ഇടാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അനിയത്തിക്കൊക്കെ നല്ല ഉഷാറായിട്ട് അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ABCD അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയുള്ളൂ. ഞാൻ ചോറിട്ട് ഇട്ടിട്ടു ഇട്ടു ഞങ്ങളെല്ലാവരും ഇട്ടു ഫാനുണ്ട് ഭരിക്കണ്ടടി തിന്നടാ കുറച്ചിട്ടുള്ളൂ. ഇഷ ഇങ്ങോട്ടൊക്കെ പൈസ ഇപ്പം പറന്നു പോകുമല്ലോ. ലിയ അങ്ങോട്ടൊക്കെ ലിയ അങ്ങനെ ഒരു 12:45 1 മണി 1:30 ആയപ്പോൾ നമ്മളെ ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാക്കുന്ന താഴത്തേക്ക് താത്താൻ്റെ അടുത്ത് പോയിന്ന്. അപ്പോൾ അതങ്ങനെ ചോറും നല്ല ഉഷാറ ബിരിയാണിയും പോത്ത് വരട്ടിയതും അങ്ങനെ പുളിഞ്ചി അടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഉഷാറായിട്ട് പള്ള നിറച്ചാണ് തട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നിങ്ങനെ കേട്ടോ. പിന്നെ നമ്മളവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും തിന്നലോ ഒക്കെ ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെ അതാക്കണം. പിന്നെ പെരയിൽ വന്നിട്ട് പിന്നെ ഇനി ഒരു ക്ഷീണമാണല്ലോ അല്ലേ, ഒരു കുഴക്കുണ്ട് അവിടെ. പിന്നെ ബിരിയാണിയൊക്കെ പള്ളയിലാക്കിയാൽ പിന്നെ ഒരു ക്ഷീണം കണ്ടതാണ്. അപ്പോൾ ഇത്തിരി നേരം ഞാൻ മയങ്ങാൻ വേണ്ടിയിട്ട് കടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ഒന്ന് ചായ ഉണ്ടാക്കി കുടിക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരം ആയ ചായ മസ്റ്റാണല്ലോ അല്ലേ. അങ്ങനെ ചായ ഉണ്ടാക്കാനല്ലേ പുറപ്പാടാട്ടോ. അപ്പോൾ അതാക്കണം ഈ അടുപ്പിൽ നിന്ന് തീ കൂട്ടിയിട്ട് തന്നെ അല്ല ഇന്നേതായാലും ഒരു മൂട്ടയിൽ ഉണ്ടാവില്ല. അപ്പോൾ തീ കൂട്ടാനൊന്നുമില്ല. പാത്രം കഴുകാൻ രാവിലത്തെ ഗ്ലാസും പാത്രമൊക്കെ ഉണ്ട് ഇത്തിരി കഴുകാനുള്ളതായിരുന്നു. അതും അങ്ങോട്ട് കഴുകി വെച്ച് പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളം വെച്ച് അപ്പുറത്തെ അടുപ്പിലൊക്കെ ചായയും കൂടിയാണ്ട് വെച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിച്ച് ഇങ്ങനെ നല്ല ചൂട് ചായ കുടിക്കുന്ന നല്ല രസമാണല്ലോ. അപ്പോൾ ഇതാക്കണം ബിരിയാണിയൊക്കെ തിന്നതിൻ്റെ മയക്കമൊക്കെ വിടാനായിട്ട് നല്ല കട്ടൻ ചായ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കട്ടൻ ചായയാണ് ഒരടുപ്പത്തുള്ളത്. ഒരു അടുപ്പത്ത് ഇതാക്കണം ചുക്കുവെള്ളം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുഴയ്ക്ക് പോകണം കേട്ടോ. ഒന്ന് നല്ല പോലെ ഒന്ന് മുങ്ങി കുളിക്കണം. എന്നാലാണ് ഇപ്പോൾ ആ മാല അങ്ങോട്ട് മാറി കിട്ടുള്ളൂ. ഒരു ബിരിയാണിയൊക്കെ തിന്ന് ഇങ്ങനെ ഓവർലോഡായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു തലക്കൊരു മന്ദാഗതി വരാനായിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്കൊന്ന് പുഴയിലൊന്ന് പോകണം. മുങ്ങി നല്ല ഉഷാറായിട്ടൊന്ന് കുളിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലൊന്ന് ചായയും കൂടി കുടിച്ചിട്ട് പോയാലൊരു സന്തോഷമാണല്ലോ അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ. പിന്നെ ഇതാക്കണേ ഞാൻ പറഞ്ഞില്ലേ വെപ്പം കൂടിയും തീരെയും ഒന്നും ഇല്ല ഇന്നത്തെ കാര്യം, അധോഗതി അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്ന്. അപ്പോൾ ആ ഒരു പാത്രങ്ങളിലൊക്കെ ഇതാ ചോറും കൂട്ടാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഇതാക്കൾ പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. അകൊക്കെ അടിച്ചു വാരുന്നുണ്ട്. എപ്പോൾ തുടച്ചിട്ടാലും പൊടി തന്നെയാണല്ലോ. എങ്ങനെ അടിച്ചു വാരിയിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. പെരും പൊടി പറഞ്ഞാൽ പെരും പൊടിയാണ്. മഴയാണെങ്കിൽ ഒന്നും ഇപ്പോൾ ചാറ്റണം കൂടി ഇല്ല അല്ലേ. വെയിലാണെങ്കിൽ 40 41 42 പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതാ പുഴയ്ക്ക് പോകാൻ എല്ലാവരും ഓരോരുത്തർ ഒരുങ്ങി ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ചായയും കൂടി കഴിഞ്ഞാലല്ലേ ഒരു സമാധാനമുള്ളൂ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അതിന് നിൽക്കട്ടെ. ചായ ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് മൂപ്പര്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പാലുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒഴിച്ച് വാർന്നാലേ അതൊരു പാൽ ചായ ആക്കിയിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങളെ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. ഒരു കുഴപ്പമൊന്നും ഇല്ലേന്നല്ലേ, അടിപൊളിയായില്ലേ എല്ലാവർക്കും പെരുന്നാൾ. അപ്പോൾ അങ്ങനെ പെരുന്നാളിൻ്റെ കഴിഞ്ഞു പോയ പെരുന്നാളിനൊന്ന് ആശംസിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും കാലം ഒരു 30 ദിവസമൊക്കെ എല്ലാവർക്കും നോൽമൊക്കെ കിട്ടിയ കൃത്യമായിട്ടൊക്കെ കിട്ടിയ നമുക്ക് 5 നോൽമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മളിത് കേൾക്കാത്ത ഒന്നുമില്ല. പക്ഷെ നല്ലത് പറയുന്നതും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിന് നെഗറ്റീവ് അടിച്ചവർക്ക് ഇത് അടിച്ച് കുത്തിരിക്കുക എന്നല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോൽമൊക്കെ കിട്ടി കാണൂലേ വിചാരിക്കുന്നുണ്ട്. വെള്ളം വെയിൽ അറിയുകയാണെങ്കിൽ ഭയങ്കര വെയിലുമാണല്ലോ ഈ ഒരു പ്രാവശ്യം തോന്നുന്നു, ഭയങ്കര വെയിലുള്ളത്. ഏതായാലും അത് നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഒരു നോൽമ്പം കാലത്ത് നമുക്കത് അടിപൊളിയായിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാം ഉസാറായിട്ടും. ഇതിലേറെ നോൽമ്പ് എടുക്കാമെന്നൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ.
നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കൊല്ലം ചെല്ലുന്തോറും കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ അല്ലേ, നമുക്കും തന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് ഈ നോലുമ്പെടുക്കലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ. നമുക്ക് ഓരോരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോലുമ്പെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു വിശ്വാസമാണ്. അതിപ്പോൾ അതാ ഇന്ന മതത്തിൽ ഇന്ന ഇതിലൊന്നുമില്ല കേട്ടോ. എനിക്ക് വിശ്വാസം, എനിക്ക് എല്ലാത്തിലും വിശ്വാസമാണ്. നമ്മളത് പള്ളിയിൽ പോലുണ്ട്. ആ പള്ളി പ്രാർത്ഥിക്കാനായിട്ട് പണ്ടൊക്കെ പോയിരുന്നിട്ട്, ഇപ്പം അങ്ങനെയല്ല. അപ്പം നമ്മൾ ഇതാക്കുന്ന ചെറുതാനായിട്ട് മെഴുകുതിരി കത്തിക്കാനോ അങ്ങനെയൊക്കെ പോകും. പിന്നെ അമ്പലത്തിൽ പോകും. പിന്നെ മറ്റേ പള്ളിയിൽ നമുക്ക് അങ്ങനെ പൊതുവേ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോലുമ്പെടുത്താണ്ട് ആ ഒരു വിശ്വാസം അങ്ങോട്ട് നിറവേറ്റാന്ന്. അപ്പോൾ തൂണിലും തുരുമ്പിലൊക്കെ ഇതാക്കണ ദൈവമുണ്ട് എന്നാണ് പറയൽ. അപ്പോൾ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ വിശ്വാസങ്ങൾ കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേന് പൊട്ടത്തരാണെന്ന് ചിന്തിച്ചവരുണ്ടാവൂലേ. അപ്പോൾ ഓളെന്നെ തല ആട്ടുന്നുണ്ട് ഈ അമ്മക്ക് പൊട്ടത്തരാണെന്നുള്ളത്. അങ്ങനെ ഇതാക്കണം. ഓളിതാ ഫോണും വെച്ച് പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണം ചായയൊക്കെ വെച്ച് ഞാൻ വെള്ളമൊക്കെ ഓഫാക്കി. അപ്പോൾ വേഗം ചായ കുടിക്കാൻ നിൽക്കട്ടെ. അപ്പം രാത്രിക്കത്തെ പരിപാടി വെച്ചാൽ രാത്രിക്കത്തെ ഫുഡ് ഇതാക്കണം. നമ്മൾ ബീഫ് ഇതാ നല്ല ഉഷാറായിട്ട് ഒരു ടീം ഒരു വീട്ടിൽ നിന്ന് ഇതാക്കണം നല്ല ഉഷാറായിട്ട്. നമ്മളെ മാബിൻ്റെ ഇവിടുന്ന് കൊടുന്നാട്ടത് നല്ല ബീഫ് വരട്ടിയതുകൊണ്ട് നല്ല ചിക്കൻ ബിരിയാണിയും ഉഷാറായിട്ടുള്ളതുണ്ട്. പിന്നെ ഇതാക്കണം അടുത്തതാക്കണം വേറൊരു വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. നമ്മൾ കാക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നാട്ടത്. അപ്പോൾ അതാണ് മൂപ്പരെ ഒപ്പം പണിയെടുക്കുന്ന കാക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് ചിക്കൻ പൊരിച്ചതും ബീഫ് ബിരിയാണി ഉണ്ട്. പിന്നെ നമ്മളെ താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് ചിക്കൻ ബിരിയാണി. പിന്നെ ഇതാ പുളിഞ്ചിയും അതേമാതിരി ബീഫ് വരട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് രാത്രിക്കൊക്കെ ഉള്ളത്. ഇന്ന് ഏതായാലും തിന്ന് ഇങ്ങനെ ആട്ടം മുട്ടി ഇങ്ങനെ കിടക്കാറില്ല, അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഏതായാലും ഞാൻ നല്ല ഉഷാറായിട്ട് ചൂട് ചായ കുടിക്കട്ടെ കേട്ടോ. എന്നാലാണ് പള്ളൊന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. ഇതൊക്കെ പാടെ തിന്നാൽ പള്ള ഒതുങ്ങണമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ തിന്നാൻ നിൽക്കണതെന്ന് വിചാരിക്കൂലേ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ പള്ള പറയും പള്ളക്ക് വേണ്ട എന്ന്. അപ്പോൾ പക്ഷേ തൊള്ള പറയും ഇങ്ങോട്ട് പോരേന്ന്. അപ്പോൾ അതൊരു പൂതി കൊണ്ടാണ്, ഒരു കൊതി കൊണ്ടാണത്. അപ്പോൾ അതാക്കണേ ഏതായാലും ആ പരിപാടിക്ക് കിടക്കുന്നതിന് മുന്നേ ഒന്ന് കുളിച്ച് വരണം, പുഴയിലൊന്ന് പോയി വരട്ടെ കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് പോകാം. അല്ലാതെ ഉഷാറായിട്ട് ഇങ്ങനെ കുളിച്ചൊക്കെ വരണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇങ്ങനെ പോകാം. ഇപ്പം നേരം ഒരു ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കണേൻ്റെ വലിയ ഇതൊന്നും ഉണ്ടാവില്ലല്ലേ. ആദ്യമൊക്കെ ബാങ്ക് കൊടുക്കാൻ കാത്തിങ്ങനെ നിൽക്കുക 6:40 എന്ന് വിചാരിച്ചിങ്ങനെ കാത്തിക്കണവരെ. കാരണം കുറേ ആൾക്കാരില്ല, നമ്മൾ നോലുമ്പൊക്കെ എടുത്തവർ ആ ഒരു നേരം ആട്ടെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിക്കണവരെ. കാരണം ബാങ്ക് കൊടുത്തൂലേ, ബാങ്കിൽ തുറക്കണ നേരമാണ് ഇപ്പം. തുറവിയൊന്നുമില്ലല്ലോ, അടുത്ത കൊല്ലം തുറവിക്കുക വാർപ്പായില്ലേ. ഞങ്ങൾ പുഴയിലേക്ക് പോന്ന പോത്ത് വരുന്നുണ്ട്. നേരെ 6:40 പാർക്കല്ലേ, പൊടി പാർക്കല്ലേ കണ്ണിക്കാണ്ട്. പുണ്ണിമോളോട് ചോദിച്ചപ്പോൾ ഓള് പോരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 3 കൂടി പോകുന്നു കേട്ടോ. അപ്പോൾ പ്രളയത്തിൽ വന്ന് ഇതാക്കണം അടിഞ്ഞതാണ് തോണി ഇവിടെ. പിന്നെ അങ്ങോട്ട് പോകാൻ വെള്ളമാണല്ലോ, പിന്നെ ആൾക്കാർക്ക് വേണ്ടിയിരുന്നു തോന്നുന്നുണ്ട്. ആ കാട്ടിൽ തന്നെയാണ് തോണി ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ഇണക്കി എടുക്കണമെങ്കിലൊക്കെ ഭയങ്കര പാടാണ് ഈ തോണീനൊക്കെ. ഇരുമ്പും തോണിയാണ് ഇട്ടത്. അങ്ങനെ ഇതാക്കണം നമ്മൾ പുഴയിലെത്തിക്കണ്. നല്ല ഇരുട്ടായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ നമ്മൾ വലിയ ഇരുട്ടും കാര്യങ്ങൾക്കൊന്നും വലിയ പേടിയില്ലാത്ത ആളല്ല, എന്നാലും വലിയ ആൾക്കാരുണ്ടാവും കേട്ടോ. പുഴയിൽ ഈ ഒരു നേരത്തൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ മേലെ ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ താഴത്തെ പാറമ്മക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ താഴത്താണെങ്കിൽ ഇഷ്ടംപോലെ പാറുണ്ട്. നമ്മൾ കുളിക്കളവിൽ പാറയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തടത്താണ് കേട്ടോ പാറ കൊണ്ടുപോയി പറിച്ചോട്ടിക്കണ് കേട്ടോ. അപ്പോൾ കുളിക്കടവിൽ ഞങ്ങൾ ഇതാക്കണം കല്ലുമ്മലാണ് തിരുമ്പൽ. കല്ലൊക്കെ ഏറ്റി പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് തിരുമ്പൽ അയക്കണത്. അപ്പോൾ മണൽ കണ്ടതൊക്കെ പ്രളയത്തിൽ വന്ന് അടിഞ്ഞു കൂടിയതാണ് കേട്ടോ. ഈ ഒരു മണൽ തിട്ടയൊക്കെ ഭയങ്കരമായിട്ട് മണലിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴ താന്നിട്ടും ഇതാക്കണ് കര നല്ല ഉഷാറായിട്ട് പൊന്തിയിട്ടുമാണ് നിൽക്കണത്. അപ്പോൾ നമ്മളത് അങ്ങ് താഴത്തൊക്കെ ഒരു പാറ കാണുന്നുണ്ട്. അവിടെയാണ് പൊതുവെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അവിടെ കേട്ടോ പോലെ. അല്ലെങ്കിൽ മേലെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം കുളിക്കുന്നിടത്താണെങ്കിൽ ഭയങ്കര തിരക്കേ. കാരണം പണിക്കാരും തൊഴിലുറപ്പുകാരും കമ്പനി വിട്ട് വരുന്നവരും പറഞ്ഞായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ തിക്കി തള്ളി കുളിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാറമക്ക് വരുന്നത്. ഇപ്പം ആണെങ്കിൽ ഇരുട്ടായി തുടങ്ങി, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ ടോർച്ചും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പം തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മണ്ടി അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഈ ഒരു നേരത്തും ഇവിടെയൊക്കെ നല്ല കാറ്റാണ്ട്. ഈ ഒരു പുഴൻ്റെ സൈഡൊക്കെ നല്ല കാറ്റേക്കാരം. അപ്പം നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാം. അപ്പം നമ്മളെ മൂപ്പരതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വേഗം പോയി തിരുമ്പട്ടെ കേട്ടോ. അവിടെ അതിൻ്റെ കുട്ടികളുണ്ട്, അതാണ് അവിടെ കൂടെ പാറുന്നുണ്ടോ. വാ തിരുമ്പ നേരം കുറേ ആയി. തിരുമ്പിക്കോളിയല്ല തിരുമ്പിക്കോ. ചില കാട്ടിക്കുകയാണ്. പ്രകൃതി രമണീയാണ്, രമണീയം. കാണൂല.
എവിടുക്കാ ഞാടാളെ ആ തലക്ക കൂടെ എന്താടാളെ പട്ടിയാണ് ഈ ആടുള്ളത്. എവിടുക്കാണാ പോണ് കേറി എടക്ക് കുന്ന് കേറണ എന്തോ ഒരു ഗതികേട്. ഇവിടെ ഒന്നും തിന്നാലായിട്ടാണ് കുന്ന് മല കയറി നിൽക്കണത്. അപ്പം നമ്മളെ ചെറിയ അമ്മോൻ്റെ ഇതാക്കണ് പൈക്കളും ആടുകളൊക്കെ അവിടെ തിന്നുകൊണ്ട് കിടക്കുന്നത്. അപ്പം അതിനെ വിളിച്ചു കൂട്ടിയിരുന്നിട്ട് അതാണ് ഈ മല കയറിയാണ് തിന്നാൻ പോണത്. അല്ലെങ്കിൽ ഈ പൈക്കക്കും ആടുകൾക്കും തന്നെ ഈ കൂട്ട് കയറ്റാൻ നേരത്തുണ്ടല്ലോ ഭയങ്കര തീറ്റയേക്കാറ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ ഇതാക്കണ ഈ ഒരു പുഴേൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ആടുകളെയും ബൈക്കുകളെയൊക്കെ വിട്ടു പോകാൻ സ്ഥലമില്ല എന്ന് പറയില്ല കേട്ടോ. എപ്പോഴും പച്ചപ്പും കാര്യങ്ങളൊക്കെ തിന്നാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനുകൊണ്ട് തന്നെ എല്ലാ പേരേലും ഇതാക്കണം ഒരാടോ പശുവോ ഇല്ലാത്തത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ ആടുകളൊക്കെ തീറ്റിയിട്ട് ഇതാക്കണ തിരിച്ച് പോരുകയാണ് കേട്ടോ. ഓലെല്ലാവരും കൂടി തിരിച്ച് പോവുകയാണ്. കുറേ പോത്തുകളുണ്ടായിരുന്നു, ഓലൊക്കെ മുന്നിൽ പോയി. പിന്നെ കുറേ പശുക്കളുണ്ടായിരുന്നു, ഓലും പിന്നെ ഫാമത്തെ ഉണ്ട്. അപ്പോൾ ഓലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ബംഗാളി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ നമ്മളെ ചെറിയ അമ്മോനുണ്ടായിരുന്നു, വലിയ അമ്മോൻ്റെ ആടുകളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ മേക്കാനായിട്ട്. ഞാൻ വേഗം തിരുമ്പി കുളിക്കട്ടെ. ഇനി ഇങ്ങനെ കുത്തിരുന്ന് കാറ്റുകൊണ്ട് കുത്തിരുന്നാൽ ശരിയാവില്ല. വേഗം ഒന്ന് തിരുമ്പി കുളിക്കട്ടെ. അപ്പോൾ ഞാൻ ചവിട്ടികളൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ വലിയ വലിയ ബെഡ്ഷീറ്റും കാര്യങ്ങളും ചവിട്ടികൾ ചാക്ക് കാര്യങ്ങളൊക്കെ തിരുമ്പാൻ പുഴയാട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ഒട്ടുന്ന് തിരുമ്പിനേക്കാട്ടിലും നല്ലത് ഇതാ പുഴയിൽ വന്നിട്ട് ഈ പാറമ്മ ഇരുന്നിട്ട് നല്ല പോലെ ഒന്ന് തച്ച് തിരുമ്പി കുളിച്ചാണ്ടല്ലോ അതൊരു സുഖം ഒരു വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വേഗം നല്ല ചൂടുണ്ട് കേട്ടോ. വെള്ളം നല്ല ചൂടാണ്, തണുപ്പൊന്നും ആയിട്ടില്ല. രാത്രി ആകുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിലാണ് ഞാൻ കുളിക്കാൻ നിൽക്കുന്നത്. നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂട് തന്നെ. ആ ഒരു നീരാവി പോയിട്ട് തന്നെ ഇല്ല വെള്ളത്തിൽ നിന്ന്. അപ്പോൾ മൂപ്പര് തന്നെ തിരുമ്പി തരുമെന്ന് ചോദിച്ചപ്പം വരുന്നുണ്ട് തിരുമ്പാനായിട്ട്. ആ ഒരു ചവിട്ടി തിരുമ്പാനായിട്ട് ഭയങ്കര മല്ലിക്കട്ടാട്ടോ. നല്ല തച്ച് തിരുമ്പ് തന്നെ വേണം, എന്നാലാണ് ഒന്ന് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ മൂപ്പരെ കൈസഹായത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ കുഞ്ഞാറ്റ ഈ ഒരു നേരത്തെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഓൾ കാര്യമായിട്ട് ഞങ്ങളപ്പം പോകുന്നത് ഇതാക്കണം ഫോൺ തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഉണ്ണിമോളോട് അവിടെ വിളക്കൊക്കെ കത്തിച്ചോ അവിടെ അടിച്ചൊക്കെ വാരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ഇട്ടിട്ട് പോകുന്നതാണ് ഞാൻ. അപ്പോൾ ആ ഒരു പണി ചെയ്യുന്നുണ്ട്. കണ്ണൻ തന്നെ പുഴയിലാണ് കേട്ടോ. മേലെ ഭാഗത്താണ് പുഴയിലുള്ളത്. അപ്പോൾ ഓനും മോനെ തുണക്കാരൊക്കെ കുളിക്കാൻ വന്നതാണ്. അവിടെ കണ്ട കുറേ ആൾക്കാരുണ്ട് കുളിക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും കഴിയൂല. ആ ഒരു മോശമുള്ള പരിപാടിയാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു കുളിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക അറിയുന്ന ഒരു മോശമുള്ള പരിപാടിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ക്യാമറയും കൊണ്ട് പോകാത്തത്. ഏതായാലും ഇവിടെ നല്ല സുഖം തന്നെയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ മീൻപിടുത്തക്കാരും കാര്യങ്ങളൊക്കെ വരിക എന്നല്ലാതെ കുളിക്കാരൊന്നും അങ്ങനെ പൊതുവേ ഇങ്ങോട്ട് വരലില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കും വേണം. അപ്പോൾ മൂപ്പര് ഇതാക്കണ് ഇറങ്ങിക്കണം കേട്ടോ. ഏതായാലും ഞാൻ പറഞ്ഞ് ആ ഒരു ചാക്കല്ല 2 ചവിട്ടിയാണുള്ളത്. അടിയത്തെ 2 സ്റ്റെപ്പും ഇടുന്ന 2 ചവിട്ടിയാണുള്ളത്. അത് നല്ല ഉസാറായിട്ട് തച്ച് തിരുമ്പാൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇങ്ങനെ പോന്നാലിങ്ങനെ നല്ല ഉസാറായിട്ട് സഹായം ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ 7:30 8 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് പുഴയിൽ നിന്ന് കൊണ്ട് പോന്നപ്പോൾ തന്നെ നല്ല നേരമുണ്ട്. അപ്പോൾ ഇതാക്കണ ഉണ്ണിമോൾ അവിടെ കാത്തിക്കുന്നുണ്ട്, തുണക്കാരത്തി ഉണ്ട് അവിടെ നമ്മളെ കാത്തിക്കണ്. അപ്പോൾ കൊണ്ടുവന്ന് ഇതാക്കണ ബക്കറ്റത്തൊക്കെ ഉണക്കിയിട്ട് കഴിഞ്ഞാൽ വേഗം ഇതാൻ ചോറ് നാന്നിട്ടു. നമ്മൾ സമയം തെറ്റി പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂലല്ലോ. അപ്പോൾ ഞാൻ വേഗം ചോറ് തിന്നാൻ വേണ്ടി നിന്ന്. ഉച്ചയ്ക്ക് ഏതായാലും ഞാൻ ചിക്കൻ ബിരിയാണി തിന്ന്. ഇനിയിപ്പോൾ രാത്രി നമുക്ക് ബീഫ് ബിരിയാണി തിന്നാമെന്ന് വിചാരിച്ച്. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ പള്ളം മുട്ടിക്ക് ഇങ്ങനെ തിന്നണത്, പിന്നൊക്കെ കണക്കല്ലേ കാരണം. അപ്പോൾ ഇന്ന് ഏതായാലും നല്ല ഉഷാറായിട്ട് പള്ളക്കും തന്നെ നല്ല ഉഷാറായി. ആമാശയത്തിന് നല്ല പണി കൊടുത്തുകൊണ്ട് നമ്മളെ പെരുന്നാൾ നല്ല ശുഭമായിട്ടാണ് കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ.